മനുഷ്യൻ എന്ന അർത്ഥത്തിലുള്ള ബഹുമാനം എല്ലാവർക്കും നൽകണം. ഒരൊറ്റ മനുഷ്യനെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല. മതം നോക്കിയിട്ടല്ലത്. മനുഷ്യൻ എന്ന അർത്ഥത്തിൽ എല്ലാ മനുഷ്യർക്കും ബഹുമാനമുണ്ട്. അല്ലാഹു തആല പഠിപ്പിക്കുന്ന ബഹുമാനാണത്. വലഖദ് കറംനാ ബനി ആദം. മനുഷ്യർക്കുള്ള ബഹുമാനം നോക്ക് നിങ്ങൾ. ഒരു മനുഷ്യനെ ആളെ തിരിച്ചറിയാത്തത് കൊണ്ട് ഒരു മനുഷ്യനെ ആർക്കും അറിയില്ല, കുടുംബം അറിയില്ല, നാടും അറിയില്ല, പേരും അറിയില്ല, ആള് മരിച്ചുപോയി, റോട്ടിലിടാൻ പറ്റുമോ? ആടില്ല. ഏതെങ്കിലും മറ്റു ജീവികൾ വന്ന് കൊത്തിപ്പറിച്ചു കൊണ്ടുപോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് എവിടെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് മനുഷ്യനിടാൻ പാടില്ല. കഴിഞ്ഞ ലോക്ക്ഡൌണിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ സങ്കടം മനുഷ്യ ജീവിതത്തിന്റെ വിലയില്ലാത്ത രൂപഭാവങ്ങളാണ് നമ്മൾ കണ്ടത്, അല്ലെ? ഏതെല്ലാം നദികളിലൂടെ ഒഴുകി വന്ന മനുഷ്യന്റെ ശരീരങ്ങൾ. ഇസ്ലാം പറയുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാ മനുഷ്യന്റെ ശരീരത്തിനും ബഹുമാനമുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ ഏതായാലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും മാന്തി പുറത്തേക്ക് വരാൻ സാധ്യതയില്ലാത്ത രൂപത്തിലുള്ള കുഴി കുഴിച്ച് മറവയ്ക്കണം. അത് മുസ്ലിമിന് സ്വന്തമൊന്നുമല്ല. അങ്ങനെ മനസ്സിലാക്കിയിരിക്കുക. എല്ലാ മനുഷ്യർക്കുള്ള ബഹുമാനാണ്. നമ്മളാണ് ഒരു മനുഷ്യനെ ഏറ്റെടുത്തെന്ന് കൂട്ടിക്കോളും. ഒരു പൊതു ശ്മശാനത്തിൽ ആ മനുഷ്യന് ഖബർ കുഴിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. മുസ്ലിമാണോന്ന് അറിയില്ല. ചെറിയ കുടി മതിയോ? ഒരു പോരാ. സാധാരണ നമ്മളെ ഖബർസ്ഥാനിൽ കുടിക്കുന്ന അതേ ആയത്തിലുള്ള കുടി വേണം. കാരണം ഇതൊരു മനുഷ്യന്റെ ശരീരമാണ്. അതിന് ആ തരത്തിലുള്ള ബഹുമാനം കൊടുക്കേണ്ടതുണ്ട്. അത് അല്ലാഹു മനുഷ്യന് നൽകിയ ബഹുമാനമാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ ശരീരം, സഹോദരങ്ങളെ, അതിന് വലിയ ബഹുമാനമുള്ളത് കൊണ്ടാണ് ആ ശരീരത്തെ കീറി മുറിച്ചുകൊണ്ട് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. പക്ഷേ സർക്കാരിന്റെയും മറ്റുമൊക്കെ നിയമങ്ങൾ അംഗീകരിക്കേണ്ടി വന്നു എന്നതുകൊണ്ട് മാത്രമാണ് പോസ്റ്റ്മോർട്ടം അനുവദനീയമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ്ലാമിന്റെ ഹുക്മു പ്രകാരം അത് മയ്യത്തിന്റെ ബഹുമാനത്തിന് കേടാണ്. മനുഷ്യന്റെ ശരീരത്തിന് വലിയ ബഹുമാനമുണ്ട്. അതൊരു ചെറിയ എലിയെയോ നായയോ മറ്റോ മറവ് ചെയ്യുന്നത് പോലത്തെ കുഴിയിൽ മറവ് ചെയ്യാൻ പാടില്ല. മുസ്ലിമിന്റെ ശരീരമാകുമ്പോൾ അതിന് ബഹുമാനങ്ങൾ വർദ്ധിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതിനെ കഫൻ ചെയ്യുന്നതും കുളിപ്പിക്കുന്നതും അതുപോലെ തന്നെ നിസ്കരിക്കുന്നതും മറമാടുന്നതും നമ്മുടെ എല്ലാവരുടെ മേലും ബാധ്യതയാക്കുന്ന ഫർള് കിഫായ എന്നുള്ള പരിധിയിലാണ് ഇസ്ലാം അത് വെച്ചിരിക്കുന്നത്. അതൊരു സുന്നത്ത് കിഫായ അല്ല, ഫർള് കിഫായാണ്. കേട് വരുത്താതെ, നിയമങ്ങൾ തെറ്റിക്കാതെ വിധം സൂക്ഷ്മതയോടെ നിർവഹിക്കണം. കുളിപ്പിക്കുന്നതിൽ എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ ചോദ്യത്തിന്റെ ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. കമ്മിറ്റിക്കാർക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ഉണ്ട്. മുക്കല്ലഫായ ആളുകൾ മൊത്തം അതിന്റെ ഉത്തരവാദികളായി മാറും. അതുകൊണ്ടാണത് പഠിച്ച ആളുകളെ തന്നെ ആ വിഷയങ്ങൾക്ക് ഏൽപ്പിക്കുന്നത്. ഖബറിലേക്ക് വെക്കുമ്പോഴേ ഖബറിലേക്ക് വെക്കാൻ അറിയുന്ന ആളാകണം, കിടത്താൻ അറിയുന്ന ആളാകണം ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ആള്. കെട്ടയിക്കാൻ അറിയുന്ന ആള് എന്നല്ല, കിടത്താൻ അറിയുന്ന ആള്. മലർത്തി കിടത്തിയിട്ട് മുഖം ചരിച്ചു വെക്കുന്ന ആളാകരുത്. നല്ലോണം നോക്കണം. പിന്നെന്തിനാ കണ്ണ്? പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് എന്തിനാ കണ്ണ്? കരയാൻ പിന്നെയും കരയാലോ. നമ്മളെ ഉറ്റവരെ ഉടയവരെ വെക്കുമ്പോ കഴിഞ്ഞ് ഒന്നും കൂടെ എന്താണ് ഒന്ന് നോക്കട്ടെ. പഴയ കാലത്ത് അങ്ങനെയാണ്. മലർത്തി കിടത്തിയിട്ട് മുഖം ചരിച്ചു വെച്ചാൽ മതിയോ? അല്ലല്ലല്ല, ചെരിച്ച് കിടത്തണം. ചെരിച്ച് കിബില ഭാഗത്തേക്ക് ശരിക്കും കൊണ്ട് ചെരിച്ച് കിടത്തിയിട്ട് ബാക്ക് ഭാഗത്ത് ഇങ്ങോട്ട് മറിയാതിരിക്കാൻ വേണ്ടി പഴയകാലത്ത് മുളയൊക്കെ മുളയും ഇഷ്ടികയും മറ്റുമൊക്കെ വെച്ച് ഭദ്രമാക്കണം. മലർത്തിക്കിടത്തിയിട്ട് മുഖം ചരിച്ചു വെച്ചാൽ ആ മറവ് ചെയ്യൽ സ്വഹീഹാകൂല. അത് ഖിബിലയിലേക്ക് മുന്നിടിച്ചു എന്ന് പറയാൻ പറ്റൂല. അതിനെപ്പറ്റി ഇപ്പൊ ആരൊക്കെ കുറ്റക്കാര്? ഒരാളെ മേലല്ല ബാധ്യത, മൊത്തം മുക്കല്ലഫുകളുടെ മേലിലാണ്. പുരുഷന്മാർക്കാണ് എന്റെ ഡ്യൂട്ടി. അതിന് പെണ്ണുങ്ങളിലേക്ക് വിട്ടുകൊടുക്കണ്ട.
ആണുങ്ങളായ മുക്കല്ലഫായ ആണുങ്ങളോടൊക്കെ ചോദ്യം വരും. നിസ്കരിക്കാൻ നിൽക്കുന്ന ആള് ചില നാട്ടിൽ പോയാൽ അവിടെ വാശിയ, കാരണന്മാര് വാശി കൂടും. ഇവിടെ ഒന്നും പിന്നെ ഉണ്ടാകൂല, ഒക്കെ നല്ല ഇൽമുള്ള ആൾക്കാരല്ലേ. എങ്ങനെയാ വാശി കൂടാന്നറിയാം? അന്റെ വാപ്പാന്റെ മയ്യത്താണ്, ഇജ്ജ് നിസ്കരിച്ചോ, വിട്ടുകൊടുക്കണ്ട. എങ്ങനെയല്ലേ? അന്റെ ഹക്കാണ്, അങ്ങനെയാണ് അനക്കുള്ള ഹക്കാണ് ചോറിക്ക. ഈ നിസ്കരിക്കാൻ നിൽക്കുന്ന ആൾക്ക് ആ മയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട ഫർളും ഷർത്തും ഒക്കെ കൃത്യമായിട്ട് അറിയണ്ടേ? നിസ്കരിക്കണൊക്കെ അത് അറിയണ്ടേ? എല്ലാവരും എങ്ങനെ നിസ്കരിക്കല്? അല്ല 4 തക്ബീർ മാത്രം ഞാൻ ചെല്ലിയാൽ മതിയോ? അതെല്ലാവർക്കും അറിയും, അത് മാത്രം ചെല്ലിയാൽ മതിയോ? അതുകൊണ്ട് മയ്യത്ത് നിസ്കാരാവോ? 4 തക്ബീർ കൊണ്ട് മാത്രം മയ്യത്ത് നിസ്കാരാകാണെങ്കിൽ എല്ലാവർക്കും നിസ്കരിച്ചൂടെ? ഫാത്തിഹ വേണ്ടേ? സ്വലാത്ത് വേണ്ടേ? ഇനി ഫാത്തിഹയും സ്വലാത്തൊന്നും കൃത്യമായിട്ട് ഓതണമെന്ന് അറിവില്ലാത്ത ഒരാളാണ് ആ നിസ്കരിക്കണ്. അങ്ങനെ മൂപ്പർ ആദ്യമായിട്ട് ജീവിതത്തിൽ മയ്യത്ത് നിസ്കരിക്കാണ്. ഒരു മയ്യത്ത് നിസ്കാരത്തിന് മൂപ്പരുണ്ടാവൂല, മറിഞ്ഞതിനുണ്ടാവൂല. നാട്ടിലുള്ളതിനേതാണല്ലോ, പിന്നെ എങ്ങനെ മറിഞ്ഞതിനുണ്ടാണ്? മറിഞ്ഞ മയ്യത്ത് നിസ്കാരം ഉണ്ട് എന്നുള്ളത് കേൾക്കാൻ ആള് നിൽക്കണ്ടേ? അതിന്റെ മുമ്പ് ആള് കാലിയായിട്ടുണ്ടോ? പോയിട്ടുണ്ടാവും തിരക്കുകൊണ്ട്. അപ്പൊ നിസ്കരിച്ചൊരു പരിചയം ഇല്ലാത്തത് കൊണ്ട് എല്ലാരും പറഞ്ഞു നിങ്ങളെ വാപ്പാന്റെ അല്ല, നിങ്ങൾ നിസ്കരിച്ചോളി. നിസ്കരിക്കാൻ അറിയാത്ത ആളാണെങ്കിൽ ഉണർത്തി കൊടുക്കണം. നിങ്ങളെ ബാപ്പക്ക് കിട്ടുന്ന വലിയ ഒരു ദുആ ആണത്, വലിയൊരു ശഫാഅത്താണ് ആ നിസ്കാരം. അതുകൊണ്ട് അറിവുള്ള ഒരാളെ നിസ്കരിക്കാൻ വേണ്ടി വിടൂ. നിങ്ങൾക്ക് നിസ്കാരം കൃത്യമായി അറിയുമോ? 4 തക്ബീർ ചൊല്ലാനേ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. എന്നാ തൽക്കാലം അറിവുള്ള ആളെ ഏൽപ്പിച്ചോളൂ. ഫാത്തിഹ നല്ല കൃത്യമായി ഓതാൻ അറിയുന്ന, സ്വലാത്ത് ചൊല്ലാൻ അറിയുന്ന, മയ്യത്തിന്റെ ദുആ പൂർണ്ണമായും ചൊല്ലി ദുആർക്കാൻ അറിയുന്ന, കൃത്യമായും അതിന്റെ സുന്നത്തുകളൊക്കെ പാലിച്ച് നിസ്കരിക്കാൻ അറിയുന്ന ആളുണ്ടോ? എന്നാ അയാളെ ഏൽപ്പിക്കണം. അഊദു ചൊല്ലിയിട്ട് ഒരു ഫാത്തിഹ ഓതിയിട്ട്, സ്വലാത്തിന്റെ മുമ്പ് ഒരു ഹംദ് ചൊല്ലിയിട്ട്, സ്വലാത്തിന്റെ കൂടെ സലാമും ചൊല്ലിയിട്ട്, സ്വലാത്തിന്റെ ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നൊക്കെ ദുആക്ക് ഉൾപ്പെടുത്തിയിട്ട് ഫർളും സുന്നത്തൊക്കെ കൃത്യമായി അറിയുന്ന ഒരാളെ നിസ്കാരവും ഒന്നും അറിയാത്ത ആളെ നിസ്കാരവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. അപ്പൊ അറിയുന്ന ആളെ ഏൽപ്പിച്ചാൽ ഈ കിടക്കുന്ന ആൾക്ക് എത്ര ഗുണമാണ്. ആ നിസ്കാരം കൊണ്ട്, ആ ദുആ കൊണ്ട് എത്ര നേട്ടമാണ്. ഖബറിൽ പോയി കിടക്കുമ്പോൾ അയാൾക്ക് വലിയ സന്തോഷമാണ്. അതിന് മട്ടത്തിലുള്ള ആളുകളെ ഏൽപ്പിക്കണം. സുബ്ഹാനല്ലാഹ്, ഓരോ അമലും അങ്ങനെ തന്നെയാണ്. ഫർള് കിഫയായിട്ടുള്ള ഒരു അമലിലും പോരായ്മ വരാൻ പാടില്ല. ഫർള് കിഫയാണല്ലോ ഫർള് ഐനിനേക്കാളും ശ്രേഷ്ഠതയുള്ള അമല്. എന്തേ അങ്ങനെ വരാൻ കാരണം? ഫർള് കിഫായയിൽ നിന്ന് പൊതുവെ ആളുകൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന സ്വഭാവം ഉണ്ട്. എല്ലാവർക്കും അതറിയില്ല. മയ്യത്ത് കുളിപ്പിക്കാൻ എല്ലാവർക്കും അറിയോ? ഇല്ല. ഖബറിലേക്കൊക്കെ എല്ലാവർക്കും അറിയോ? ഇല്ല. അതിന് സാക്ഷിയാകുന്ന ആളുകൾക്കൊക്കെ ഫർള് കിഫായയിൽ സംബന്ധിച്ച കൂലി ഉണ്ടെങ്കിലും കൃത്യമായി അറിയുന്ന ആള് കാര്യം ചെയ്താൽ എല്ലാവരും സലാമത്തായി. അതാ മയ്യത്തിന് നൽകുന്ന വലിയ ബഹുമാനമാണ് മുസ്ലിം എന്ന് നിലക്കാകുമ്പോ. കുളി ശരിയായിട്ടില്ലെങ്കിൽ നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, നിസ്കാരം ഇവിടുന്ന് ശരിയാകാനാണ്. കാരണം നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ ഷർത്ത് തന്നെ തഖദ്ദുമു തുഹ്രിഹി, ശുദ്ധി നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഉണ്ടാകണമെന്നാണ്. ശുദ്ധിയാകുന്ന രൂപത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ നിസ്കാരം എങ്ങനെ ശരിയാകാനാണ്? അപ്പൊ കുളിപ്പിക്കുന്നത് കൃത്യമായി ശരിയാകണം. അതറിയുന്ന രൂപത്തിലും ഭാവത്തിലും ഉള്ള ആളുകളെ ഏൽപ്പിക്കണം. അപ്പോഴേ കുളിപ്പിക്കൽ കർമ്മം ശരിയാകൂ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു മുസ്ലിമായ മനുഷ്യനാകുമ്പോൾ അള്ളാഹു നൽകുന്ന ബഹുമാനം ചെറുതല്ല, വളരെ വലിയ ബഹുമാനമാണ്. മുസ്ലിമിനോട് ആ രൂപത്തിലുള്ള ബഹുമാനം പാലിക്കേണ്ടതുണ്ട്. മനുഷ്യരോട് മനുഷ്യരെന്ന അർത്ഥത്തിലുള്ള ബഹുമാനം പാലിക്കേണ്ടതുണ്ട്.